നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. 1000-ലധികം രൂപയുടെ കുറവാണ് ഈ പവന്മേൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ദിവസം മാത്രം ഇത്രയും വില കുറയുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഇതാദ്യമാണ്. അവസരം മുതലെടുത്ത് ഉപഭോക്താക്കൾ എത്തുമെന്നാണ് ജ്വല്ലറി ഉടമകൾ നൽകുന്ന പ്രതികരണം. ആഗോള വിപണിയിൽ സംഭവിച്ച പുതിയ മാറ്റങ്ങളാണ് വില കുത്തനെ കുറയാൻ കാരണം. ഒരു പവൻ സ്വർണത്തിന് 1120 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ പവന് 52,920 രൂപയായി. ഗ്രാമിന് 140 രൂപ കുറഞ്ഞ് 6,615 രൂപയ്ക്കാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഒരു പവൻ വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം ഏകദേശം 60,000-ഓളം രൂപ കൊടുക്കേണ്ടി വരും. ഇന്നലെ പവന് 54,040 രൂപയും ഗ്രാമിന് 6,755 രൂപയുമായിരുന്നു. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ അയവുണ്ടായതോടെയാണ് സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാകുന്നത്. US ബോണ്ടുകളുടെ മൂല്യത്തിൽ വർധനവുണ്ടായതോടെ നിക്ഷേപകർ സ്വർണത്തിൽ നിന്നും പണം പിൻവലിച്ചു. വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട്. മാർച്ചിൽ ഒരു പവന് 4,000 രൂപയോളം വർദ്ധിച്ചിരുന്നു. ഏപ്രിൽ 3 ആഴ്ചയ്ക്കിടെ അത്ര തന്നെ വീണ്ടും വർദ്ധിച്ചു. ഇതോടെ സ്വർണം വാങ്ങുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറി. ഒരു പവൻ ആഭരണം വാങ്ങാൻ 60,000 രൂപ വരെ ചിലവാകുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഇന്നെല്ലാം മാറി മറിഞ്ഞു. കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഇന്ന് നൽകേണ്ട വില 52,920 രൂപയാണ്. തിങ്കളാഴ്ച 54,040 രൂപയായിരുന്നു. 1,120 രൂപയുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും വില കുറയുന്നത് ആദ്യമായിട്ടാണ്. മാത്രമല്ല, ഗ്രാമിന് 140 രൂപയാണ് കുറഞ്ഞ് 6,615 എത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇനിയും കുറയുമെന്നാണ് സൂചനകൾ. എന്നാൽ വിപണി ഏത് സമയവും മാറി മറിയുമെന്നതിനാൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താനാകില്ല. എന്താണ് സ്വർണ്ണവില കുറയാൻ കാരണമെന്നാണ് ഉപഭോക്താക്കൾക്ക് അറിയേണ്ടത്. വരും ദിവസങ്ങളിലും കുറയുമോ എന്നും അവരുടെ ഭാഗത്തു നിന്ന് ചോദ്യം ഉയരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ പ്രവചനം നടത്താൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് ജ്വല്ലറി വ്യാപാരികൾ പറഞ്ഞിട്ടുള്ളത്. പശ്ചിമേഷ്യയിലെ ഭീതിതമായ സാഹചര്യവും നീങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത്. ഇത് നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. ഇസ്രായേലും ഇറാനും പോര് തുടർന്നതാണ് പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. തർക്കം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ വ്യാപന സാധ്യതയില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മാത്രമല്ല, അമേരിക്കയിലെ പലിശ നിരക്ക് ഉടനെ കുറയ്ക്കില്ല എന്നും ഫെഡ് റിസർവ് ചെയർമാൻ പറഞ്ഞതും നിക്ഷേപകർക്ക് ആശ്വാസം പകരുന്നു. ഡോളർ സൂചിക ഉയർന്നു നിൽക്കുന്നത് സ്വർണ്ണവില കുറയ്ക്കുന്ന ഘടകമാണ്. 106 കടന്ന് കുതിക്കുകയാണ് സൂചിക. എണ്ണവിലയും കുറഞ്ഞിട്ടുണ്ട്. ഇതും വിപണിക്ക് പ്രതീക്ഷ നൽകുന്നു. ബ്രന്റ് ക്രൂഡ് ബാരലിൽ $87 എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ രൂപ 83 രൂപ 34 പൈസ എന്ന നിരക്കിലാണ്. അതേസമയം സ്വർണ്ണവിലയിൽ ആശങ്ക തുടരുന്ന ഒരു ഘടകം ബാക്കിയാണ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സ്വർണത്തിന് ആവശ്യക്കാർ ഏറുമ്പോൾ വില കൂടുക സ്വാഭാവികം. ഡോളറിന് പകരം സ്വർണം കരുതൽ ധനമാക്കി മാറ്റുകയാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അമേരിക്കയെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. ഇന്ത്യയും സ്വർണം വാങ്ങുന്നുണ്ട്. സാധാരണക്കാരൻ മുതൽ അത്യാവശ്യ വരുമാനം കൈപ്പറ്റുന്നവർക്ക് പോലും തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് സ്വർണത്തിന്. പണിക്കൂലിയും GSTയും ഒക്കെ ചേരുമ്പോൾ ആഭരണം വാങ്ങാൻ മാർക്കറ്റ് വിലയിൽ കൂടുതൽ നൽകേണ്ടി വരുമെന്നതുകൂടി ആകുമ്പോൾ സ്വർണം വാങ്ങുന്നത് ഏറെക്കുറെ അസംഭവ്യമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.